ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 75ാം റിപ്പബ്ലിക് ദിനമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആവുന്നത്? കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് രാഷ്ട്രത്തലവൻ, രാഷ്ട്രപതി. അതെ, രാഷ്ട്രപതി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഒരു റിപ്പബ്ലിക് ആയിരിക്കുന്നതും ഇംഗ്ലണ്ട് റിപ്പബ്ലിക് ആവാത്തതും. അപ്പോൾ രാഷ്ട്രത്തലവൻ രാഷ്ട്രപതി, പാർലമെന്ററി ജനാധിപത്യം, ആ പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ് രാഷ്ട്രപതി. പക്ഷെ അടുത്തയിടെ പാർലമെന്റിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തപ്പോൾ അവിടെ രാഷ്ട്രപതിയെ ഉണ്ടായിരുന്നില്ല, ക്ഷണിച്ചില്ല. അത്രയേ ഉള്ളൂ രാഷ്ട്രപതിക്ക് ഇപ്പോഴുള്ള സ്ഥാനം. ഓർക്കണം, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ സർവപള്ളി രാധാകൃഷ്ണൻ തുടങ്ങിയ മഹാരഥന്മാർ ഇരുന്ന കസേരയാണത്. അടുത്ത കാലത്ത് ആ കസേര ഇരിക്കുന്നവർക്ക് അതിനുള്ള അർഹതയുണ്ടോ എന്ന് പലപ്പോഴും സംശയിച്ചു പോകും. അതിലുപരി രാഷ്ട്രപതി എന്ന സ്ഥാനം ഏതെങ്കിലും ജാതിയോ മതത്തെയോ സമുദായത്തെയോ പ്രീതിപ്പെടുത്തുവാനായി അവർക്കൊരു പ്രാതിനിധ്യം കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കാര്യമായ റോള് രാഷ്ട്രപതിക്ക് ഇപ്പോൾ നൽകി കാണുന്നില്ല. എല്ലാവരും ഉപരി എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത? ഇന്നേ ദിവസമാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ആ ഭരണഘടന പറയുന്നു, ഇന്ത്യ എന്ന് പറയുന്നത് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യം ആണോ? സംശയം തോന്നിപ്പോവും. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഏതാണെങ്കിലും അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജയ് ഹിന്ദ്.